റീസെന്റ്ലി ജർമ്മൻ മീഡിയ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിളിനെ പറ്റി ഇപ്പോൾ ലോകവ്യാപകമായി ഏവരും ചർച്ച ചെയ്യുകയാണ്. ഇതിൽ പ്രകാരം ഡൊണാൾഡ് ട്രംപിന്റെ കോളുകൾക്ക് ഇന്ത്യൻ PM ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ മറുപടി നൽകുന്നില്ല. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് മേൽ US ഏർപ്പെടുത്തിയിരിക്കുന്ന 50% താരിഫ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതിൽ തീർച്ചയായും ഫാർമസ്യൂട്ടിക്കൽ, സെമി കണ്ടക്ടേഴ്സ്, ഇലക്ട്രോണിക് ഐറ്റംസ് പോലുള്ള ചില ഉൽപ്പന്നങ്ങളൊന്നും പെടില്ല എങ്കിലും ഏകദേശം $60 ബില്യൺ വരുന്ന ഇന്ത്യൻ ബിസിനസിന്മേൽ 50% താരിഫ് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതിനുശേഷം ലോകത്തിലെ ഹയസ്റ്റ് താരിഫ് പേയിങ് കൺട്രീസ് ടു USA ഇന്ത്യയും ബ്രസീലുമായിരിക്കും. ഇതിനൊക്കെ മുന്നോടിയായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഒരു നെഗോസിയേഷനായി തുടർച്ചയായി ഇന്ത്യൻ PMനെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്. മറ്റേതെങ്കിലും രാജ്യങ്ങളായിരുന്നെങ്കിൽ ഏതുവിധേനയും US താരിഫിനെ ഒഴിവാക്കുവാൻ വേണ്ടി ഇതിനകം ഫോൺ എടുത്ത് ട്രംപിന്റെ വാക്കുകൾക്ക് അല്പമെങ്കിലും ശ്രദ്ധ കൊടുത്തേനെ. എന്നാൽ ഇന്ത്യയുടെ കാര്യമെടുക്കുമ്പോൾ നാം ഇക്കാര്യത്തിൽ ഇതിനകം ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞതാണ്. ഇപ്പോൾ എത്ര വേണമെങ്കിലും പ്രഷറൈസ് ചെയ്താലും താരിഫ് ഏർപ്പെടുത്തിയാലും ഇന്ത്യ ഒരിക്കലും ആരുടെയും മുമ്പിൽ കുനിയില്ല എന്ന കാര്യം ഇന്ത്യൻ PM ശ്രീ നരേന്ദ്രമോദി റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ട് ഇതിനകം വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല ദാ ഇപ്പോൾ ഉദാഹരണമായി യൂറോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ മുൻപ് യൂറോപ്പിനെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി അവരുമായും US ഒരു ട്രേഡ് ഡീലിൽ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ കമ്പനികളായ ആമസോൺ, ഗൂഗിൾ പോലുള്ള കമ്പനികൾക്ക് മേൽ ഡിജിറ്റൽ ടാക്സ് ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളുടെ മേലും ഇപ്പോൾ അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് ട്രംപ് ഇവരെ പിന്നെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം ട്രംപിന്റെ ധാർഷ്ട്യം ഇവിടെ. യൂറോപ്പിനോടായി പറയുകയാണ് ഷോ റെസ്പെക്ട് ഓർ ഫേസ് ദ കോൺസിക്വൻസസ് എന്ന്. അഥവാ നാം ഇപ്പോൾ ട്രംപിന്റെ ഡീലിനെ അംഗീകരിച്ചു എന്ന് തന്നെ വെക്കുക. എന്നാൽ നാളെ ട്രംപ് ഇത്തരത്തിൽ പുതിയൊരു നമ്പറുമായി വരില്ല എന്ന് എന്താണ് ഉറപ്പ്? ആക്ച്വലി താരിഫിനെ ഒരു ആയുധമാക്കി വെപ്പണൈസ്ഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇവിടെ. എന്നാൽ യൂറോപ്പിൽ നിന്നും വളരെ വ്യത്യസ്തരാണ് നമ്മൾ. മറ്റു രാജ്യങ്ങളെ പോലെ ഇന്ത്യൻ ഇക്കണോമി നാം കെട്ടിപ്പടുത്തിരിക്കുന്നത് അമേരിക്കയുടെ പിൻബലത്തോടെയല്ല, മറിച്ചതിനെ ഇല്ലാതാക്കുവാനാണ് അമേരിക്ക കാലാകാലങ്ങളായി ശ്രമിച്ചിട്ടുള്ളത്. ചരിത്രം ഇവിടെയും ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തങ്ങളുടെ നിലപാടിനെ ശക്തമായി മുറുകെ പിടിച്ചുകൊണ്ട് USA മുമ്പിൽ കുനിയാതെ നിൽക്കുന്ന ഇന്ത്യ തീർച്ചയായും USA ബുള്ളിയിങ്ങിനെ നേരിടേണ്ടി വരുന്ന മറ്റു രാജ്യങ്ങൾക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. നമുക്കൊപ്പം തന്നെ താരിഫ് ഏർപ്പെടുത്തിയ മറ്റു പ്രധാന രാജ്യങ്ങളുടെ തുലനയിൽ നോക്കിയാൽ നമുക്കത് വ്യക്തമാകും. ജപ്പാൻ വളരെ പെട്ടെന്ന് തന്നെ USA സമ്മർദ്ദത്തിന് വഴങ്ങി ഡിമാൻഡുകൾ അതേപടി അംഗീകരിച്ചു. സൗത്ത് കൊറിയയും യൂറോപ്പും ഒക്കെ ഏകദേശം അങ്ങനെ തന്നെ ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുത്തു. എന്നാൽ ഇന്ത്യ ഇപ്പോഴും അത്തരത്തിലൊരു രാജ്യമാണ്. മറ്റെല്ലാ മേഖലകളിലും US വളരെ ഡീസന്റായ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുകയും അതേസമയം തന്നെ, അതായത് നമുക്കറിയാം ഇസ്രോയും നാസയും ചേർന്ന് നിരവധി പ്രോജക്റ്റുകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. US നിന്ന് ഇന്ത്യ ഇപ്പോഴും വെപ്പൺസ് പർച്ചേസ് ചെയ്യുന്നു. ട്രേഡ് ഇന്ത്യ വഴി ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യവഹാരങ്ങൾ നടത്തുന്നു. എന്നാലും സെയിം ടൈം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഡിമാൻഡിനെ ഇന്ത്യ അംഗീകരിക്കില്ല. ഫ്രണ്ട്ലി കൺട്രിയൊക്കെ തന്നെയാണ് എങ്കിലും ഞങ്ങളുടെ രാജ്യത്തിന്റെ വിദേശ നീതി, ഫോറിൻ പോളിസി തീരുമാനിക്കുന്നത് അമേരിക്ക ആവില്ല. അതായത് ആരുടെ കയ്യിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങിക്കണം, ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമായിരിക്കും എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യയുടെ ഈ തീരുമാനം യൂറോപ്പിനെയും വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. ജർമ്മൻ മീഡിയയിൽ ഇത്തരത്തിൽ ഒരു ആർട്ടിക്കിൾ വന്നു എന്നത് കൂടാതെ ഇതിനകം തന്നെ ഭാരതത്തിലെ ജർമ്മനിയുടെ ഡെപ്യൂട്ടി എൻവോയിയും ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് പിന്തുണ നൽകിക്കൊണ്ട് USA ഡയറക്ട്ലി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ജർമ്മൻ മീഡിയയിൽ വന്ന ആർട്ടിക്കിൾ. ഇതിന്റെ പരിഭാഷ പ്രകാരം നമുക്ക് കാണാം ട്രംപ് കോൾസ് ബട്ട് മോഡി ഡസന്റ് ആൻസർ. ഡൊണാൾഡ് ട്രംപ് ഒരു നെഗോസിയേഷനായി PM മോദിയെ നിരന്തരം ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചിരുന്നു എന്ന്. എന്നാൽ ഇന്ത്യൻ PM ഒരു തവണ പോലും അതിനെ അറ്റൻഡ് ചെയ്യുവാൻ തയ്യാറാകാത്ത വിധത്തിൽ ഇതിനകം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള റിലേഷൻസ് അത്രമാത്രം മോശമായി കഴിഞ്ഞിരുന്നു. ഇതിവർ വെറുതെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതേപ്പറ്റി അങ്ങേയറ്റം വിശദമായി പഠിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. ആദ്യമായി ഇവർ ഇവിടെ പറയുകയാണ് ട്രംപ്സ് അൺആൻസേർഡ് കോൾസ്. ട്രംപിന്റെ ഉത്തരം കിട്ടാത്ത കോളുകൾ. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 4 തവണ PM മോദിയുമായി സംസാരിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ത്യ അതിന് മറുപടി കൊടുത്തില്ല. അതിവിടെ സൂചിപ്പിക്കുന്നത് US താരിഫ് പോളിസികൾക്കെതിരെയുള്ള ഇന്ത്യയുടെ സ്ട്രാറ്റജിക് റെസിലിയൻസ് അത് എത്രമാത്രമാണ് എന്നതാണ്. ഇന്ത്യ സ്റ്റഡി റിസോൾവ് ഇൻ താരിഫ് ക്ലാഷ്. ലോകരാജ്യങ്ങൾ പലരും USA താരിഫ് ഡിമാൻഡുകൾക്ക് മുമ്പിൽ തലകുനിച്ചപ്പോൾ ഇന്ത്യ അത്തരത്തിൽ ചെയ്യുന്നില്ല. ഇന്ത്യ തികച്ചും തങ്ങളുടെ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റിനൊപ്പം മാത്രമാണ് നിൽക്കുന്നത്. കൂടാതെ അടുത്ത പോയിന്റ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വളരെ നിർണായകമാണ്. PM മോദിക്ക് ഫോൺ ഡീൽ ഡിപ്ലോമസിയിൽ വലിയ താല്പര്യമില്ല എന്ന്. അതായത് നമുക്കറിയാം ഇത് ട്രംപിന്റെ ഒരു ടാക്ടിക്സ് ആണ്, ഡീൽ ഓർ നോ ഡീൽ ചെയ്യിക്കുക എന്നത്. ഫോണിലൂടെ തന്നെ ചോദിക്കും ഡീൽ ഓർ നോ ഡീൽ, പറ വേഗം പറയാൻ. നമുക്കറിയാം മുൻപ് വിയറ്റ്നാമുമായി നടന്ന ട്രേഡ് ഡീലിൽ US ഇതിനെ വളരെയധികം മിസ്യൂസ് ചെയ്തിരുന്നു. പലതവണ നെഗോസിയേഷന്റെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലീക്ക് ചെയ്യും. അതിനുശേഷം പറയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്, നമ്മൾ ഉടൻ തന്നെ ഒരു തീരുമാനത്തിലെത്തുമെന്നൊക്കെ. ഇതൊക്കെ ട്രംപിന്റെ ഒരു തന്ത്രമാണ്, മുൻപിലുള്ള രാജ്യങ്ങളുടെ മേൽ പ്രഷർ ക്രിയേറ്റ് ചെയ്ത് കാര്യങ്ങളെ തങ്ങളുടെ ഫേവറിലാക്കുക എന്നത്. ഒരുപക്ഷെ ഇതിനെ ഇന്നത്തെ കാലത്ത് അങ്ങേറ്റം ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു രാജ്യത്തിന്റെ ടാക്ടിക്സ് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഏതെങ്കിലും മെന്റലി സ്റ്റേബിൾ ആയിട്ടുള്ള വേൾഡ് ലീഡർ ഒന്നും ഒരിക്കലും ഇത്തരത്തിൽ പ്രവർത്തിക്കില്ല. ഇതെല്ലാം ഇതിനകം കണ്ടും കേട്ടുമിരിക്കുന്ന ഇന്ത്യൻ PM ഇത്തരത്തിലുള്ള ഫോൺ കോൾ ഡിപ്ലോമസിയെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ ഫോണിൽ ട്രംപുമായി സംസാരിക്കുവാൻ വിസമ്മതിക്കുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. കൂടാതെ ജർമ്മൻ മീഡിയ ഇവിടെ നോട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം, ഇന്നത്തെ കാലത്ത് USA പ്രഷർ എന്നത് അത് പണ്ടത്തെ പോലെ
അത്ര സ്ട്രോങ് അല്ല എന്നതാണ്. ഇതുകൂടാതെ നമുക്ക് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ ജൂലൈ 31 ട്രംപ് ഇന്ത്യൻ ഇക്കണോമിയെ ഡെഡ് ഇക്കണോമി എന്ന് വിളിച്ച് പരിഹസിക്കുകയുണ്ടായി. ഇത് ഇന്ത്യൻ PM വളരെ ഒഫൻഡഡ് ആയി എടുത്തിരിക്കുന്നു. ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഇക്കണോമിയായി വളർന്നു വരുന്ന ഇന്ത്യയെ ഒരു സ്ലോ ഇക്കണോമി എന്നല്ല ഡെഡ് ഇക്കണോമി എന്ന് വിളിച്ചായിരുന്നു ട്രംപിന്റെ അന്നത്തെ പരിഹാസം. ഇതേപ്പറ്റിയും ഇവർ ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. കൂടാതെ ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റൊരു നിർണായകമായ കാര്യം എന്തെന്നാൽ, നമുക്കറിയാം ചൈനയാണ് വരും കാലങ്ങളിൽ അമേരിക്കയ്ക്ക് ഏറ്റവും ഭീഷണിയാകാൻ പോകുന്ന രാജ്യം. അതിനായി ഇൻഡോ പസഫിക്കിൽ US നിർമ്മിച്ച അലയൻസിൽ ഒരു മുഖ്യ റോൾ നിർവഹിച്ചിരുന്ന ഇന്ത്യയുമായി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ഇന്ത്യയെ കൂട്ടുപിടിച്ച് ചൈനയെ ഒതുക്കുവാൻ വേണ്ടിയുള്ള അമേരിക്കയുടെ പദ്ധതികൾ ഇതിനകം തന്നെ ഒരു പരാജയമായി തീരാൻ പോകുന്നു എന്നതാണ്. കൂടാതെ ഇന്ത്യയും ചൈനയും ഇപ്പോൾ അടുക്കുന്നത് ഇപ്പോൾ അമേരിക്ക കാണിക്കുന്നത് പോലെ അതൊരിക്കലും ഒരു ഷോർട്ട് ടൈം ബെനഫിറ്റിന് വേണ്ടിയാണ് എന്ന് ഒരിക്കലും കരുതരുതെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു. ഇത് പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രഷർ വന്നതുകൊണ്ട് ഇരു രാജ്യങ്ങളും ഒന്നിച്ചു കൂടിയതാണ് എന്ന് ചിന്തിക്കരുത്. രാജ്യങ്ങൾ കൂടി ചിന്തിച്ച് വളരെ സമയമെടുത്ത് വലിയൊരു ദീർഘദൃഷ്ടിയോടെ പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതികളെല്ലാം ലോങ് ടൈമിലേക്ക് വേണ്ടിയാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ചരിത്രപരമായ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ആണ് എന്നും ഇവർ ഇവിടെ സൂചിപ്പിക്കുന്നു. ജർമ്മൻ മീഡിയ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മുഴുവൻ അപഗ്രന്ഥിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് USA ഇൻഡോ പസഫിക്കിൽ ചൈനയെ തളയ്ക്കുവാനുള്ള പദ്ധതികളെല്ലാം പാളുന്നു. ഇനി ക്വാഡ് എന്നൊരു സംഘടന ഉണ്ടായിരിക്കുമോ, അതിന്റെ ഒരു മീറ്റിംഗ് എങ്കിലും നടക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. മറുവശത്ത് ഇന്ത്യ ചൈനയോട് കൂടുതൽ അടുക്കുന്നു. അതിനാൽ ഓൾറെഡി ഡാമേജ് ആയിരിക്കുന്ന ഇന്ത്യ അമേരിക്ക റിലേഷൻസ് ഇനിയും എത്രമാത്രം കൂടുതൽ ഡാമേജ് ആകും എന്ന് മാത്രമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെല്ലാം ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുവാൻ പോകുന്ന ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റിന്റെ നിർണായക മുഹൂർത്തങ്ങൾ തന്നെയാണ്. അതായത് ഇന്ത്യ മാറാൻ പോകുകയാണ്. വളരെ കഷ്ടപ്പെട്ട് പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത ഇന്ത്യ US റിലേഷൻസ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ട്രംപ് ഇല്ലാതാക്കിയത്. അതുവരെയും US തങ്ങളുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഒക്കെ കാണിക്കുമെങ്കിലും പുറമെ ഇത്തരത്തിൽ ഒരിക്കൽ പോലും ഇന്ത്യക്കെതിരായി തിരിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ വളർച്ച അമേരിക്ക ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്ന കാര്യം വളരെ സ്പഷ്ടമാണ്. പുറമെ ചിരിച്ചു കാണിക്കുമെങ്കിലും പിന്നിലൂടെ നല്ല പണി അമേരിക്ക തരാറുണ്ട്. ചൈനയും വ്യത്യസ്തരല്ല. എന്നാൽ നിലവിൽ ചൈന ഒരിക്കലും രായ്ക്ക് രാമാനം തങ്ങളുടെ നിലപാടുകളെ മാറ്റുകയില്ല. മാത്രമല്ല, എവിടെയെങ്കിലും $1-2 പ്രോഫിറ്റ് കണ്ടാൽ ബാക്കി എല്ലാ ബന്ധങ്ങളെയും മറന്ന് അതിന് പിറകെ പോകത്തുമില്ല. കൂടാതെ താൽക്കാലികമായാണ് എങ്കിലും ഇന്ത്യക്ക് ഒരു ഭാഗത്ത് ഒരു സ്റ്റേബിളായ ബോർഡർ കിട്ടും. ആ സാവകാശത്തിന് വേണമെങ്കിൽ പാകിസ്ഥാനെ മറുവശത്ത് അല്പം കൂടി ഡിസിപ്ലിൻ പഠിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ നിലവിൽ തമ്മിൽ ഭേദം തൊമ്മൻ തന്നെ. ജിയോ പൊളിറ്റിക്സിൽ ആരും തന്നെ സ്ഥിരമായ സുഹൃത്തുക്കളോ ശത്രുക്കളോ അല്ല എന്ന ആപ്തവാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുകയാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ PM മോദി ചൈനയിലേക്ക് പോകുമ്പോഴുള്ള USA പ്രതികരണമാണ്. ട്രംപ് തീർച്ചയായും വളരെ വിവാദപരമായി അതിന്റെ മേൽ പ്രതികരിച്ചേക്കാം. പറഞ്ഞു കേൾക്കുന്നത് വരുന്ന ഓഗസ്റ്റ് 31 PM മോദി ചൈനയിലെത്തുമ്പോൾ ഷീ ജിൻപിങ് നേരിട്ട് വന്ന് PM മോദിയെ സ്വീകരിക്കുമെന്നാണ്. ഇന്ത്യൻ PMനായി വളരെ ഗ്രാൻഡ് വെൽക്കമാണ് ചൈനയിൽ ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ തയ്യാറെടുപ്പുകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. SCO സമ്മിറ്റിന് വേണ്ടിയാണ് ഇന്ത്യൻ PM ചൈനയിലേക്ക് പോകുന്നത് എങ്കിലും അവിടെ വെച്ച് പുടിനും ഷീ ജിൻപിങ്ങും മോദിയും ഒരുമിച്ച് കൂടി ഒരു കൂടിക്കാഴ്ച നടത്തും. ഇതിനുശേഷം പുറത്തു വരുന്ന ആ ദൃശ്യങ്ങൾ US-നെ എത്രമാത്രം ചൊടിപ്പിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇത്തരത്തിൽ ഇന്ത്യയും റഷ്യയും ചൈനയും കൈകോർത്തു നിൽക്കുന്നതിന്റെ ഒരു ഫോട്ടോ ഞാനിത് എന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഇത്തരത്തിൽ വരുന്ന ഒരു ഫോട്ടോ കാണുന്നതിന് ശേഷമുള്ള ട്രംപിന്റെ ആ ഒരു റിയാക്ഷൻ എന്താണ് എന്നറിയുവാൻ ഞാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇന്ത്യൻ PMന്റെ ചൈന സന്ദർശനത്തിന് ശേഷം ഉണ്ടാകുന്ന നിർണായകമായ തീരുമാനങ്ങളെപ്പറ്റി അല്ലെങ്കിൽ അതിനു മുമ്പായി തന്നെ ഈ വിഷയത്തിൽ എന്തെങ്കിലും നിർണായകമായ അപ്ഡേറ്റുകൾ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.